നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചലനം ദൃശ്യമാവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ട് അധികാർ യാത്ര രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ജനശ്രദ്ധ ഇപ്പോൾ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ രാഷ്ട്രീയ റാലികളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു അധികാർ യാത്ര അതിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ നീക്കം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കി മാറ്റുകയാണ്. ഈ ഒരു വോട്ടധികാർ യാത്രയിലൂടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭരണകൂടത്തെയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയെയും നേരിട്ട് വെല്ലുവിളിക്കുകയാണ്. ബീഹാറിലെ ഗ്രാമീണ മേഖലകളിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്രയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത അത് ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം എന്ന് വർദ്ധിപ്പിക്കുന്നതായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകൾ, ആരോപണങ്ങൾ വളരെ ശ്രദ്ധേയമാണ്, വളരെ ഗൗരവമേറിയതാണ്. നിലവിൽ നരേന്ദ്രമോദിയുടെ സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, എന്നാൽ ഈ രാജ്യത്തും ബീഹാറിലും ഒരു ഇന്ത്യ സഖ്യ സർക്കാർ അധികാരത്തിൽ വരുന്ന ദിവസം വരും. അന്ന് നമുക്ക് കാണാം. രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടുമുള്ള ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ്. നേരത്തെ കർണാടകയിലെ മഹാദേവപുര മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ, നിർണായക വിവരങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. എന്നാൽ അന്ന് ഈ ആരോപണങ്ങളൊക്കെ തന്നെ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില യൂട്യൂബർമാരും ഗോദി മീഡിയയും ഒക്കെ തന്നെ പ്രചരണം നടത്തി. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ ചോദ്യം ചെയ്യാനും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും നിരവധി ശ്രമങ്ങളുണ്ടായി. എന്നിരുന്നാലും ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും രാഹുൽ ഗാന്ധിയെ ആ യാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം അതിശക്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം കൂടുതൽ തെളിവുകൾ വീണ്ടും പുറത്തുവിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ബീഹാറിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടധികാർ യാത്രയ്ക്ക് ലഭിക്കുന്ന ജനപിന്തുണ, സ്വീകാര്യത പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വലിയൊരു ജനസാഗരമാണ് ഇപ്പോൾ ഒഴുകിയെത്തുന്നത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ് ഈ ജനങ്ങൾ എന്നതിനെ തീർച്ചയായിട്ടും ഈ ഒരു പിന്തുണ സൂചിപ്പിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ പുറത്താക്കപ്പെട്ടവരും യാതൊരു വിവരവുമില്ലാതെ പട്ടികയിൽ കയറ്റപ്പെട്ട പുതിയ വോട്ടർമാരുമൊക്കെ രാഹുലിനോട് നേരിട്ട് തങ്ങളുടെ പരാതികൾ അറിയിക്കുന്ന ദൃശ്യങ്ങൾ പോലും ഈ യാത്രയുടെ പ്രസക്തി എത്രത്തോളം എന്ന് വ്യക്തമാക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വ്യാജ പ്രചരണങ്ങൾക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണ് ഈ യാത്രയ്ക്ക് ലഭിക്കുന്ന ഈ വമ്പിച്ച സ്വീകാര്യത. രാഹുൽ ഗാന്ധിക്കൊപ്പം ജനങ്ങൾ എത്രത്തോളം ആവേശത്തോടെയാണ് അണിനിരക്കുന്നത് എന്നത് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമാകും. ബീഹാറിലെ ആ ഗ്രാമാന്തരങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആ യാത്ര കടന്നു പോകുമ്പോൾ സാധാരണക്കാരുമായി അദ്ദേഹം സംസാരിക്കുകയും ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട അവരുടെ പരാതികൾ കേൾക്കുകയും അവരുമായി ഇടപഴകുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര അത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒത്തൊരുമയ്ക്കും ഒരു പുതിയ കരുത്ത് നൽകുന്ന ഒന്നാണ്. RJD നേതാവ് തേജസ്വി യാദവ് തുടക്കം മുതൽ തന്നെ രാഹുലിനൊപ്പം ഈ ഒരു യാത്രയിൽ സജീവമായിട്ട് ഉണ്ടായിരുന്നു. 24 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഈ യാത്രയിൽ പങ്കെടുത്തത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തിൻ്റെ ദൃഢത ഉറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് സവർക്കർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഈ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ഉറച്ച തീരുമാനം BJPയെ ഇപ്പോൾ കിടുകിട വിറപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങൾ ഗുരുതരമായതിനാൽ പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാനുള്ള സാധ്യതയും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഓർക്കണം, ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് മാത്രം ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നു എന്നത് അത് പറയുമ്പോൾ ഓർക്കണം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളുടെ ഗൗരവം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഈ ഒരു വാർത്താ സമ്മേളനം ഫലത്തിൽ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാനായത്. കാരണം പല ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടി, ഉത്തരം നൽകാൻ കമ്മീഷന് കഴിഞ്ഞില്ല. രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടധികാർ യാത്ര അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ചരിത്ര സംഭവമായി തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ യാത്രയ്ക്ക് ശേഷം രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തെളിവുകൾ സഹിതം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഇവിടെ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ ഒരു പ്രഹരമായിരിക്കും ഏൽപ്പിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ ഗാന്ധി തൻ്റെ നിലപാടിൽ ശക്തമായ രീതിയിൽ തന്നെ ഉറച്ചു നിന്നതോടെ ജനലക്ഷങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ അണിനിരക്കുകയും ഇത് രാജ്യത്ത് വലിയൊരു മാറ്റത്തിന് വഴി തുറക്കുകയും ചെയ്യുന്ന കാര്യമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ അത്തരം സൂചനകൾ തന്നെയാണ് ഇതിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്.